ഗുഡ് മോർണിംഗ് എവരിബഡി. വാ വാ എണീക്ക്, സ്കൂളിൽ പോണ്ടേ? എടാ ചിന്നു, അനുക്കുട്ടി, വാ വാ എണീക്ക് എണീക്ക്. ആരും ഹോംവർക്ക് ഒന്നും ചെയ്ത് കാണത്തില്ലല്ലോ അല്ലേ? ചെയ്യല്ലേ കേട്ടോ. എവിടെ സയൻസ് നോട്ടൊക്കെ? ഒരു ബുക്ക് വെച്ചടത്ത് കാണത്തില്ല. കുറച്ച് ബുക്ക് അവിടെ, കുറച്ച് ബുക്ക് ഇവിടെ. ചാച്ചന്റെ നല്ല മക്കളല്ലേ? വാ എണീക്ക് എണീക്ക് എണീക്ക്. ചാച്ചന് ഓഫീസിലും പോകാനുള്ളതാ. ബോക്സ് കാലി. പെൻസിൽ മൂർച്ച വരുത്തി വെക്കണമെന്ന് പറഞ്ഞാൽ വെക്കരുത് കേട്ടാ. ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടോ? ശാരദ ടീച്ചർ ഇന്നലെ കൂടെ പറഞ്ഞോളൂ, മക്കള് നല്ലപോലെ ഹോംവർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. എണീറ്റ് അങ്ങോട്ട്. ഇതിങ്ങനെ താമസിച്ചാ എങ്ങനെയാണ്? നേരത്തെ എണീറ്റാ നേരത്തെ പോവാം. റെഡിയാകും. എടാ ചിനു, നോട്ട് ബുക്കിന്റെ പുറത്ത് സബ്ജക്റ്റിന്റെ ഹെഡിങ് എഴുതി. നീ എപ്പോഴാ ബാത്റൂമിലേക്ക് പോയത്? കുറച്ചു മുമ്പേ. അപ്പൊ അവിടെ കിടന്നതോ? ഞാനാ. അപ്പൊ ബാത്റൂമിലേക്ക് പോയതോ? അതും ഞാനാ. ഞാൻ നോക്കുമ്പോ 3 ആള് ഇവിടെ കിടപ്പുണ്ടല്ലോ. പിന്നെ നീ മാത്രം ബാത്റൂമിലേക്ക് പോയി ഞാൻ കണ്ടില്ലല്ലോ. എല്ലാരെയും കാണിച്ചോണ്ടാ ബാത്റൂമിൽ പോണേ. എന്താ ചാച്ചാ? അയ്യേ. ഇനി ചാച്ചന്റെ മുന്നിൽ കൂടെ പോണത് ഞങ്ങള് കണ്ടായിരുന്നല്ലോ. ചാച്ചന്റെ മനസ്സിപ്പോ ഇവിടെ ഒന്നും അല്ല അല്ലേ? ഇന്നാള് സ്കൂളിൽ വെച്ച് കണ്ടാ പിശാചിലായിരിക്കും. ഉണ്ണിയേട്ടൻ വരുന്നതിന് മുമ്പ് കഴിച്ചോ? വേഗം കഴിക്കേ. പാമ്പുകൾക്കാണ് മോനെ നീ പാല് കൊടുക്കുന്നത്. ഉണ്ണിയങ്കിൾ, ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞെന്താടാ? നീ എന്റെ അടുത്ത് വിഴുങ്ങോ? ചിലപ്പോ വിഴുങ്ങും. രാവിലെ തന്നെ തുടങ്ങി 1 2 പറഞ്ഞു. ഒരു ഷീറ്റ് വന്നേ. ഉണ്ണിയേട്ടാ, ഞാനിന്ന് വരാൻ അല്പം വൈകും. എങ്ങോട്ട് പോകുന്നു? ഇന്ന് സൈറ്റാ. സൈറ്റ്? ആ സൈറ്റ് അല്ല, വർക്ക് സൈറ്റ്. ഞാനില്ലാന്ന് കരുതി ആരും സന്തോഷിക്കൊന്നും വേണ്ട. സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ഇരുന്ന് പഠിച്ചോളണം. ഇതൊന്നും പഠിച്ചോണ്ടൊന്നും വലിയ കാര്യമില്ല. ഒക്കെ പരുന്തുംകാലെ പോവാനുള്ളതാ. എന്താണ് വിളിച്ചേ? എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും. ബസ് തോട്ടിലേക്ക് മറിച്ച് 40 പേര് മരിച്ചു. ഡ്രൈവർ എന്റെ സ്റ്റുഡന്റ് ആണോ? ആരാ എന്റെ ഗ്ലാസ്സിലിരുന്ന് പാലെടുത്ത് കുടിച്ചത്? എന്താണോ എനിക്ക്? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പാല് സാമ്പാറായി.
ഇക്കണക്കിന് നിന്റെ മുമ്പിൽ കുഞ്ഞു നിന്നാ നീ പിള്ളേരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം ഈ വാനരന്മാരോട്? എന്താ തന്റെ പ്രശ്നം? എന്റെ പാലടിച്ചു മാറ്റി. ആര്? ദേ മുമ്പിലിരിക്കല്ലേ, ചോദിച്ചു നോക്ക്. ആരാടാ പാലടിച്ച് മാറ്റിയത്? അയ്യോ, ഇന്നസെന്റ് ഡിസിപ്ലിൻ കണ്ണു മുടിച്ചിരിക്കുന്നുണ്ടില്ലയോ? ഇവരിൽ ആരോ ആണ് പാല് സാമ്പാറാക്കിയത്. എടാ നീയാണോ? ചാച്ചാ ഞങ്ങൾ എടുത്തില്ല. ഉണ്ണിങ്ങൾ പാൽ കുടിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. ഒരു ഗ്ലാസ് പാലൂടി വേണേ ചോദിച്ചാ പോരെ? കൊതിയാ. ഞാൻ പറഞ്ഞാ കൂടിപ്പോ. അതെ, ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. ഞാൻ അടുക്കളയിൽ പോയി പോൾ ചെയ്തോളാം. ആ അതാ നല്ലത്. ആ ഇത് കഴിക്കാമല്ലോ. ഉണ്ണിയേട്ടാ. ആ നേരത്തെ വരണം, നമുക്കിന്ന് അടിപൊളിയാക്കാം. ചേച്ചി ഇന്ന് സ്കൂൾ ഉച്ചവരെ ഉള്ളൂ. ആ റെഡിയായോ? ആ ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എന്താന്ന് പറ. ഡാൻഡി. ആ വാങ്ങിച്ചു കൊട്, ഓരോ പൈന്റ് വീതം 3 എണ്ണത്തിനും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. തൊട്ട് നോക്കാൻ വല്ലതും വേണോ? കൊണ്ട തരാം. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും ചാച്ചാ. അയ്യോ അസല് വിത്തുകള്. നീ വാ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ബിരിയാണി മതി. ആരാ അത് പറഞ്ഞത്? ഞാനാ. എന്താ നിന്റെ ശബ്ദത്തിന് ഇത്ര വെയിറ്റ്? അത് ബിരിയാണി ആയതുകൊണ്ട് ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചാച്ചാ. അല്ലേനു? ടിനു, ആ ഡോറ് ക്ലോസ് ചെയ്ത് വേഗം വാ. ഒന്ന് വേഗം പാടോ, എന്റെ സ്റ്റുഡൻസ് ഇവിടെ കാത്തിരുന്ന് മുടി. എവിടെ? ഇവിടെ എവിടെ? ഉച്ചയ്ക്ക് താൻ ആ ഷൺമുഖത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ബിരിയാണി അയാളുടെ കൊടുത്തുവിടാം. അവിടെ ആരും ഇല്ലല്ലോ. ആരോടാ കാറ്റ് കാണിച്ചേ? വീടിന്. വീടിനോടോ? ആ വീടിന്. ഞങ്ങൾ പോയി കഴിഞ്ഞാ പാവം ഒറ്റയ്ക്കല്ലേ. അയ്യോ കേറ് കേറ്. അയ്യോ സൂക്ഷിച്ച് തുറക്കണ്ടേ. കേറ് കേറ്. ഡിസിപ്ലിൻഡ് വോയിസ്. ഓ കാല് കാല്. ആ മേരിക്കുട്ടി, ഞാൻ ആനിയാ. ഞാൻ ബെന്നിയെ കണ്ടു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതേ ആളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, ഭയങ്കര ചൂടനാ. ഇല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ബെന്നി അറിഞ്ഞാ വീട്ടിൽ അറിയിക്കും, ഉറപ്പാന്നേ. അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. കാർ ഓടിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ആണ് ആവശ്യം. സ്ലോ സ്ലോ. ബ്രേക്ക് 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 ബ്രേക്ക്. ബെസ്റ്റ് സ്റ്റുഡന്റ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ചിലാണോ ചവിട്ടുന്നത്? നാളെ 100 രൂപ ഫൈൻ കൊണ്ടുവരണം. ഓക്കെ? ബാക്ക് നോക്കണം. മുമ്പൊരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും പറ്റുവടത്തേണ്ടി സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പെട്ടെന്ന് ചാടി ഇറങ്ങി ഉടനെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയാശാനെ. ഞങ്ങൾക്ക് ഓഫീസിൽ പോയാലതാ. ഇതിന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതാണ് അവസരം. ബാക്കി നീ പഠിപ്പിച്ചു കൊടുക്കുക. ഈ മെന്റാലിറ്റി ആശാന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ക്ലാഷ് വരില്ലായിരുന്നു. ആശാനെ, ആ സെക്രട്ടേറിയറ്റിലെ മാഡത്തിന് ഇപ്പോഴും ഫസ്റ്റ് വീഴുന്നില്ല. വീഴാത്തേക്ക് ഞാൻ വീഴ്ത്തിക്കൊള്ളാം. അങ്ങനെ ഇപ്പൊ എന്നാ ഞാൻ റിവൈസ് എടുക്കുന്നു. സുലു സുലു സുലു. ഉണ്ണേട്ടനോ? എന്നാലും എന്റെ സുലു, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ പൊക്കളഞ്ഞു. നീ പോയതോടെ എന്റെ കാര്യമല്ല അവതാളത്തിലായി. ഇപ്പൊ മുട്ടയില്ല, പാലുമില്ല. കണ്ടില്ലേ എന്റെ ഒരു കോലം? ആപ്പിള് പോലെ ഇരുന്ന ഞാനിപ്പോ മാങ്ങേണ്ടി പോലെ ആയി. ശരിയാ ചേട്ടൻ, ശരിക്കും അങ്ങ് ഉണങ്ങിപ്പോയി. സുലു പിടിവാശികളാ. നീ എങ്ങനെങ്കിലും അങ്ങോട്ട് തിരിച്ചു വാ. ആ നശിച്ച പിള്ളേർ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടില്ല. നീ ആ കാല് പോയ ക്യാപ്റ്റന്റെ വീട്ടിലല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അങ്ങോട്ടൊന്നും വരല്ലേ. അങ്ങനെ ഭയങ്കര ചൂടനാ. പരിചയമില്ലാത്ത ആരെ കണ്ടാലും അപ്പൊ വെടി വയ്ക്കൂ. അപ്പം ഞാൻ നിനക്ക് എങ്ങനെയാണ് തരിക? എന്താ ചേട്ടാ? കഴിഞ്ഞ മാസം CC അടയ്ക്കാനുള്ള പണം കൊണ്ട് നിനക്ക് ഞാനൊരു പൊന്നരിഞ്ഞാണം മേടിച്ചു വെച്ചിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നേരാണോ ചേട്ടാ? എന്നാ ഞാൻ പണിയൊക്കെ തീർത്ത പത്തരമാറ്റ് തങ്കം. അയ്യോ എന്റെ അടുക്കള പണിയൊക്കെ തീർത്ത് രാത്രി 8 മണിക്ക് ഞാൻ അങ്ങോട്ട് വരാം. മറക്കണ്ട, രാത്രി 8 മണി ഞാൻ കാത്തിരിക്കും. എന്റെ CC ദൈവങ്ങളെ, വേഗം ഒന്ന് രാത്രി 8 മണിയാക്കിത്താ. സോറി മക്കളെ, അങ്കിൾ ഇത്തിരി ലേറ്റ് ആയി പോയി. മക്കൾസ് നമസ്കാരം. പറഞ്ഞ പോലെ 3 ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടേ. 1 2 3.
തിന്നോണ്ട് കളിച്ചാട്ടെ. അയ്യോ 3 ബിരിയാണി ഉള്ളൂ. 3 പേർക്ക് പിന്നെ 3 ബിരിയാണി അല്ലാതെ 2 3 മീശ വെച്ച മില്ലേനിയം പെണ്ണു. അപ്പൊ 4 ഉണ്ടല്ലോ. അതേടോ ഞങ്ങൾ 4 പേരുണ്ട്. അതെന്താ 3 പേരെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അല്ല ഞങ്ങൾ 4 പേരാ. ഷണ്ണോങ്ങളെ തെറ്റിയതായിരിക്കും. എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത്. ചിലപ്പോ ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് പോയി കാണും. എന്നാലും എനിക്ക് തെറ്റിയിട്ടില്ല. ഹലോ തൽക്കാലം ഒരു ബിരിയാണിയും കൂടെ പോയി വാങ്ങിച്ചോണ്ടോ. അതിന് പൈസ പറ്റി വയ്ക്കുന്ന കാര്യം. കോളംസിന്റെ ഡയമെൻഷൻസിലൊന്നും മാറ്റം വരുത്തില്ല. സ്റ്റിക്ക് ഓൺ ടു ദ ഡ്രോയിങ്. ബാക്കി ബെന്നി നോക്കി ചെയ്താൽ മതി. ഇൻസ്പെക്ഷനിൽ ഞാനത് മാനേജ് ചെയ്തോളാം. ക്ലബിലൊരു പാർട്ടി ഉണ്ട്. മോള് വരുന്നോടി. ആ ബെന്നി, ഞാൻ ഇന്നത്തെ നേരത്തെ പോവാതിരിക്കാൻ പറ്റില്ല. ഉള്ള ഡ്രിങ്ക്സ് എല്ലാം വലിച്ചേറ്റിട്ട് അങ്ങ് വന്നേക്കരുത്. നോ, ഓൺലി യൂഷ്വൽ കോട്ട. തന്നെ ഇവിടെ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വരട്ടെ. ഓക്കെ. റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഓ അറിയില്ല. ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോയാലോ? ഏയ് ഞാനില്ല. എന്നാ ബെന്നി എന്റെ വീട്ടിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി നാൻസി, വീട്ടിലെ കുട്ടികൾ തനിച്ചാണ്. അങ്ങനെയാ ഞാൻ ബെന്നിയുടെ വീട്ടിലേക്ക് വരാം. അയ്യോ അത് വേണ്ട. കുട്ടികൾ എന്ത് വിചാരിക്കും? കുട്ടികള് ഞാൻ രാത്രി 8 മണിക്ക് ബെന്നിയുടെ വീട്ടിൽ വരും. ഓക്കെ ബൈ. നാൻസി ഇത് ഞാൻ പറയട്ടെ ഒന്ന്. അത് നോ, രാത്രി 8 മണി. ആ താൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തോ? കൊടുത്തു. പക്ഷെ ഒരു സംശയം. താൻ എന്റെ അടുത്ത് എത്ര ബിരിയാണിയാ വാങ്ങിക്കാൻ പറഞ്ഞു? 3. ആണല്ലോ. അപ്പഴാ സംശയം തീർന്നു. താൻ ഏത് പോയി 4 പേർക്ക് 3 ബിരിയാണിയാ. ഇതെവിടെ ശരിയാവും? 4 പേരോ? അതെ 4. 4 അല്ല 3. 4 ഒന്ന് പോടോ 3. 4ാമത് ഒരു ബിരിയാണി കൂടെ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടാ വരണേ. അത് ശരി. അപ്പൊ അതാണ് കാര്യം. അടിക്കാൻ കാശ് വേണം. ഷമ്മുവണ്ണോ അങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട. എപ്പോഴും ഒരു ക്വാർട്ടറിന്റെ ഗോഡൌണിൽ സ്റ്റോക്കാ. ഷൺമുഖനാ 6 മുഖവും 12 കണ്ണും തെറ്റത്തില്ല. അവിടെ 4 പേരുണ്ടായിരുന്നു. 3 കുട്ടികളും പിന്നെ മീശയുള്ളൊരു വലിയ കുട്ടിയും. മീശയുള്ള വലിയ കുട്ടിയല്ലേ? ഓ അത് ശരി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അതാണ് ക്വാർട്ടർ ഷൺമുഖം. 6 മുഖവും 12 കണ്ണും. ഇനി എനിക്ക് തരാനുള്ള എന്നാ പിടിച്ചോ. അയ്യോ പൊക്കി പോലെ. ഇതാണ് ചാച്ചന്റെ കുട്ടികൾ. മറ്റു കുട്ടികളൊക്കെ ഇത് കണ്ട് പഠിക്കണം. മതി, ഇന്ന് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. നിർത്തു. ഓ ശരി. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ചാച്ചന് ഇപ്പൊ പറയാൻ പോകുന്നു. അത് കേട്ടാ നിങ്ങൾ തുള്ളിച്ചാടും. നമ്മൾ ഇന്ന് മോഹൻലാലിന്റെ സിനിമ കാണാൻ പോകുന്നു. എന്താ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? വേഗം റെഡിയാക. ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഞങ്ങൾ വരുന്നില്ല. അതെന്താ? സിനിമ കണ്ടാ കണ്ണു ചീത്തയാവും. ആര് പറഞ്ഞു? ടീച്ചറെ, ശ്യാമില ടീച്ചറെ. ഒരു സിനിമ കണ്ടെന്ന് പറഞ്ഞു കണ്ണൊന്നും ചീത്തയാൻ പാടില്ല. തന്നെയല്ല ഉറക്കൊഴിഞ്ഞാ തലവേദന എടുക്കും. അധികം പഠിച്ചാലും തലവേദന എടുക്കും. ഇന്ന് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. വേഗം പോയി വല്ലതും കഴിച്ച് കൃത്യം 8 മണിക്ക് മുമ്പ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പോയി കിടന്നുറങ്ങാൻ നോക്കുക. ചെല്ലപ്പോ.